നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇലക്ട്രോ വാലന്റ് ബോണ്ട് അല്ലെങ്കിൽ അയോണിക് ബോണ്ടിനെ കുറിച്ചാണ്. ഇലക്ട്രോ വാലന്റ് ബോണ്ടിൽ അല്ലെങ്കിൽ അയോണിക് ബോണ്ടിൽ ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ അല്ലെങ്കിൽ 3 ഇലക്ട്രോൺ മറ്റൊരു ആറ്റത്തിലേക്കോ മറ്റ് ഗ്രൂപ്പ് ഓഫ് ആറ്റംസിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്നു, പൂർണ്ണമായി ട്രാൻസ്ഫർ ചെയ്യുന്നു, കംപ്ലീറ്റ് ട്രാൻസ്ഫർ. അങ്ങനെ ബോണ്ട് ഫോം ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോ വാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ മോളിക്കുലാർ ബോണ്ട് ആണ്. കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ മോളിക്കുലാർ ബോണ്ട് കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ മോളിക്കുലാർ ബോണ്ടിൽ ഇലക്ട്രോൺസ് ഒരു ആറ്റത്തിൽ നിന്ന് മറ്റൊരു ആറ്റത്തിലേക്ക് പൂർണ്ണമായി ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. എന്നാൽ ഇലക്ട്രോൺസ് മ്യൂച്വലി ഷെയർ ചെയ്യും. ബോണ്ടിൽ പങ്കെടുക്കുന്ന 2 ആറ്റംസും ഓരോ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. അല്ലെങ്കിൽ ബോണ്ടിൽ പങ്കെടുക്കുന്ന 2 ആറ്റംസും 2 ഇലക്ട്രോൺസിന് വീതം ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ 3 ഇലക്ട്രോൺസിന് വീതം ഷെയർ ചെയ്യുന്നു. മ്യൂച്വലി ഷെയർ ചെയ്ത് ബോണ്ട് ഫോം ചെയ്യുന്നു. അത്തരത്തിൽ ബോണ്ട് ഫോം ചെയ്യുന്നതിനെയാണ് കോവാലന്റ് ബോണ്ട് അല്ലെങ്കിൽ മോളിക്കുലാർ ബോണ്ട് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് നോക്കാം. HCl ഹൈഡ്രജൻ ക്ലോറൈഡ് നോക്കാം. ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1 ആണ്. ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1. അപ്പോൾ ഹൈഡ്രജന് ഒരു ഷെല്ലേ ഉള്ളൂ, ഒരു ഇലക്ട്രോണേ ഉള്ളൂ. എന്നാൽ ക്ലോറിൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് 17 ആണ് ആറ്റോമിക് നമ്പർ, 2, 8, 7. ഇതാണ് അതിൻ്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ ഹൈഡ്രജന് ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഹൈഡ്രജൻ ഇല്ല. നിങ്ങൾക്കറിയാം, ഹൈഡ്രജൻ ഈസ് ദ മോസ്റ്റ് സിമ്പിൾ എലമെന്റ്. ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ചേർന്നിരിക്കുന്നതിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത്. ഒരു പ്രോട്ടോണാണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. 1H1 ഹൈഡ്രജൻ ആറ്റം. നമുക്ക് 1H1 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, മാസ് നമ്പർ 1 ഉള്ള ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. 1H2 എന്ന് പറയുന്ന ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. 1H3 ഉണ്ട്. ഇവിടെ 1H1 ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോണിനെയാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. 1H2 മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണുമാണ്. 1H3 മാസ് നമ്പർ 3 ഉള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോണും 2 ന്യൂട്രോൺസുമാണ്. നമുക്കിവിടെ 1H1 ഹൈഡ്രജന്റെ കാര്യമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോട്ടോൺ ആണ് അതിന്റെ ന്യൂക്ലിയസ്. ഒരു പ്രോട്ടോണിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നു, അതാണ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോണിനെ പൂർണ്ണമായി നഷ്ടപ്പെടുത്തിയാൽ പിന്നുള്ളത് ഒരു പ്രോട്ടോണാണ്. ഹൈഡ്രജൻ അയോൺ എന്നതിനെ വേണമെങ്കിൽ പറയാമെങ്കിൽ പോലും അതിന് ഹൈഡ്രജനുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇറ്റ് ഈസ് സിംപ്ലി എ പ്രോട്ടോൺ. ഇവിടെ ക്ലോറിന്റെ കേസിൽ ക്ലോറിന് വേണമെങ്കിൽ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാം. എന്നാൽ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ഇവർ രണ്ടുപേരുമായിട്ട് മ്യൂച്വൽ ഷെയറിംഗ് നടക്കും. ഹൈഡ്രജന്റെ ലിവിങ് സ്ട്രക്ചർ വെച്ച് അല്ലെങ്കിൽ ഡോട്ട് സ്ട്രക്ചർ വെച്ച് ഹൈഡ്രജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ഉണ്ട്. 1, 2, 3, 4, 5, 6, 7. ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുക്കുന്നു, ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ ഹൈഡ്രജൻ കൊടുക്കുന്നു. ഇവർ രണ്ടുപേരോട് ഷെയർ ചെയ്യും, ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അങ്ങനെ ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂൾ ഫോം ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ ഇടയ്ക്ക് എഴുതാം. ഹൈഡ്രജൻ, ക്ലോറിൻ. അപ്പൊ ഇങ്ങനെ ആയി കഴിയുമ്പോൾ
ഹൈഡ്രജന്റെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആയി. സിസ്റ്റം സ്റ്റേബിൾ ആകണമെങ്കിൽ നിയറസ്റ്റ് നോബിൾ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ ആണ് അറ്റൈൻ ചെയ്യേണ്ടത്. ഹൈഡ്രജന്റെ നിയറസ്റ്റ് നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത് ഹീലിയമാണ്. ഹീലിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ 2 ഇലക്ട്രോൺസ് കിട്ടിയാൽ ഹൈഡ്രജൻ സ്റ്റേബിൾ ആവും. അപ്പോൾ ഇവിടെ ക്ലോറിൻ കൊടുത്ത 1 ഇലക്ട്രോണിനെ ഹൈഡ്രജൻ വാങ്ങി. അപ്പോൾ ഹൈഡ്രജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആയി, ഹൈഡ്രജൻ സ്റ്റേബിൾ ആയി. ഹൈഡ്രജൻ 1 ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുത്തു, ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആയി, ക്ലോറിനും സ്റ്റേബിൾ ആയി. അങ്ങനെയാണ് HCl മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. ഹൈഡ്രജൻ ക്ലോറൈഡ് മോളിക്യൂൾ ഇവിടെ ഫോം ചെയ്യുന്നു. ഇനി ഈ ഡോട്ട് സ്ട്രക്ചർ എന്നുള്ളത് ഈ 2 എലമെന്റ്സും ഡിഫറെന്റ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാം. അതായത് ഹൈഡ്രജന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിനെ ഞാനിവിടെ ഒരു ക്രോസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ക്ലോറിന്റെ കേസിൽ ഡോട്ട് തന്നെ ഉപയോഗിക്കുന്നു. 1 2 3 4 5 6 7 ഇതിങ്ങോട്ട് കൊടുക്കുന്നു, ഇതിങ്ങോട്ട് വരുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ Cl, okay, the cross mark indicates electron shared by hydrogen and dot indicates electron shared by chlorine. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെ HCl മോളിക്യൂൾ ഫോം ചെയ്യും. ഇവിടെ 2 ഡിഫറെന്റ് എലമെന്റ്സ് ആണ് ബോണ്ടിങ്ങിൽ പങ്കെടുത്തത്. നമുക്കിനി ഒരേ തരത്തിലുള്ള 2 എലമെന്റ്സ് നോക്കാം. ഫോർ എക്സാമ്പിൾ ക്ലോറിൻ നോക്കാം. ക്ലോറൈഡ് മോളിക്യൂൾ Cl2 മോളിക്യൂൾ എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് നോക്കാം. ക്ലോറിന്റെ ഡോട്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് 1 2 3 4 5 6 7. ഞാൻ ഇവിടെ എഴുതാം. 2 1 2 3 4 5 6 7 പ്ലസ് മറ്റൊരു ക്ലോറിൻ 1 2 3 4 5 6 7. ഈ ഇലക്ട്രോൺ ഇപ്പുറത്തുള്ള ക്ലോറിനുമായിട്ട് ഷെയർ ചെയ്യും, ഈ ഇലക്ട്രോൺ ഇപ്പുറത്തുള്ള ക്ലോറിനുമായിട്ട് ഷെയർ ചെയ്യും. ഷെയർ ചെയ്ത് കഴിയുമ്പോൾ 2 ക്ലോറിൻ ആറ്റംസ് 1 2 3 4 5 6 7 8. ഇവിടെയും 1 2 3 4 5 6 7 8. നോക്കിപ്പോൾ 2 ക്ലോറിനും 8 ഇലക്ട്രോൺസ് വീതമുണ്ട്. ആദ്യത്തെ ക്ലോറിൻ എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8. രണ്ടാമത്തെ ക്ലോറിൻ 1 2 3 4 5 6 7 8. ഈ നടുവിലുള്ള 2 ഇലക്ട്രോൺസ് 2 ക്ലോറിൻ ആറ്റംസിനും അവകാശപ്പെട്ടതാണ്. അത് ഷെയർ ചെയ്ത ഇലക്ട്രോൺസ് ആണ്. ഓരോ ഇലക്ട്രോൺസ് 2 പേര് ഷെയർ ചെയ്യും. അങ്ങനെ ക്ലോറൈഡ് മോളിക്യൂൾ നമുക്ക് ഫോം ചെയ്യും. ഈ കോവാലന്റ് ബോണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 ഇലക്ട്രോണിന്റെ ഷെയറിംഗ് കാരണം ബോണ്ട് ഫോം ചെയ്യാം, 2 ഇലക്ട്രോണിന്റെ ഷെയറിംഗ് കാരണം ബോണ്ട് ഫോം ചെയ്യാം, 3 ഇലക്ട്രോൺസിന്റെ ഷെയറിംഗ് കാരണം ബോണ്ട് ഫോം ചെയ്യാം. 1 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 2 ആറ്റംസും ഓരോ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. 2 ആറ്റംസും 2 ഇലക്ട്രോൺസിനെ വീതം ഷെയർ ചെയ്യുന്നു. 2 ആറ്റംസും 3 ഇലക്ട്രോൺസിനെ വീതം ഷെയർ ചെയ്യുന്നു. അതിനനുസരിച്ച് കോവാലന്റ് ബോണ്ടിനെ നമുക്ക് 3 ആയിട്ട് പറയാം. ഒന്ന് സിംഗിൾ കോവാലന്റ് ബോണ്ട് ഡ്യൂ ടു ദ ഷെയറിംഗ് ഓഫ് 1 ഇലക്ട്രോൺ. 2 ഡബിൾ കോവാലന്റ് ബോണ്ട് due to the sharing of 2 electrons. 3 triple covalent bond due to the sharing of 3 electrons each. നമുക്കിത് ഓരോന്നും 1 by 1 നോക്കാം. സിംഗിൾ കോവാലന്റ് ബോണ്ടിനെ കുറിച്ച് നോക്കാം. സിംഗിൾ കോവാലന്റ് ബോണ്ടിൽ ഞാൻ പറഞ്ഞതുപോലെ 1 ഇലക്ട്രോൺ ആണ് ഷെയർ ചെയ്യുന്നത്. അതായത് 2 ആറ്റംസ് ബോണ്ടിൽ പങ്കെടുക്കുന്ന 2 ആറ്റംസും ഓരോ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. ഇപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂൾ H2 ആക്ച്വലി നമ്മളിങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്.
കാരണം ഈ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഈ ഹൈഡ്രജനും ഒരു ഇലക്ട്രോണിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓരോ ഇലക്ട്രോൺസിനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു സിംഗിൾ ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നമ്മളതിനെ സിംഗിൾ ബോണ്ട് എന്ന് പറയും, സിംഗിൾ ബോണ്ട്. നമുക്ക് HCl, നമ്മൾ നേരത്തെ പഠിച്ച HCl മോളിക്യൂൾ നമ്മളവിടെ കണ്ടതാണ്. ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെയാണ് ക്ലോറിന് കൊടുത്തത്, ക്ലോറിനും തിരികെ ഒരു ഇലക്ട്രോണാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്തു. HCl. നമ്മളിനി H2O നോക്കാം. H2O വാട്ടർ മോളിക്യൂൾ. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഒരു ഓക്സിജനും ഉണ്ട്. ഈ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ ഇവിടെ ഒരു ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊടുക്കുന്നു, ഓക്സിജൻ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഈ ഹൈഡ്രജന് കൊടുക്കുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിൽ ഷെയർ ചെയ്യുന്നത് ഓരോ ഇലക്ട്രോൺസിനെയാണ്, സിംഗിൾ ബോണ്ട്. അതുപോലെ ഇവർ തമ്മിലും ഷെയറിങ് നടക്കുന്നു. ഈ സെയിം ഓക്സിജൻ ഈ ഹൈഡ്രജനുമായിട്ടും ഷെയർ ചെയ്യുന്നുണ്ട്, ഈ ഹൈഡ്രജനുമായിട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. ഈ സെയിം ഓക്സിജൻ ഈ ഹൈഡ്രജനുമായിട്ടും ഒരു ഇലക്ട്രോൺ ആണ് ഷെയർ ചെയ്യുന്നത്, ഈ ഹൈഡ്രജനുമായിട്ടും ഒരു ഇലക്ട്രോൺ ആണ് ഷെയർ ചെയ്യുന്നത്. ഓക്സിജൻ അങ്ങനെ ഷെയർ ചെയ്തേ പറ്റൂ, കാരണം ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ 8 ആണ്, ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 6 ആണ്. അപ്പോ 6 എന്നുള്ളത് 8 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ആണെങ്കിലേ ഓക്സിജൻ സ്റ്റേബിൾ ആകും. അപ്പോൾ ഒരു ഹൈഡ്രജനുമായിട്ട് മാത്രം ഷെയർ ചെയ്താൽ ഇവിടെ 7 ആകത്തുള്ളൂ. 2 ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്യണം, അപ്പോൾ 8 ആകും. നമുക്കിനി അടുത്ത മറ്റൊരു സിസ്റ്റം മീഥെയ്ൻ നോക്കാം. CH4 കോൾഡ് മീഥെയ്ൻ. മീഥെയ്ൻ എന്താ ചെയ്യുന്നത്? കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം. കാർബണിന്റെ ആറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ കാർബണിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 4 ആണ്. കാർബണിന് 4 ഇലക്ട്രോൺസ് കൂടെ വേണം സ്റ്റേബിൾ ആകാൻ. അപ്പോൾ കാർബൺ 4 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നു. ഇവിടെ ഹൈഡ്രജനുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. 4 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. കാർബൺ ഈ ഹൈഡ്രജൻ ആറ്റമായിട്ട് ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നു, രണ്ടാമത്തെ ഇലക്ട്രോൺ ഈ ഹൈഡ്രജൻ ആറ്റവുമായിട്ട് ഷെയർ ചെയ്യുന്നു, മൂന്നാമത്തെ ഇലക്ട്രോൺ ഈ ഹൈഡ്രജൻ ആറ്റവുമായിട്ട് ഷെയർ ചെയ്യുന്നു, നാലാമത്തെ ഇലക്ട്രോൺ ഈ ഹൈഡ്രജൻ ആറ്റവുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ 4 ഹൈഡ്രജൻ ആറ്റംസും ഓരോ ഇലക്ട്രോണിന്റെ വീതം കാർബൺ കൊടുത്തല്ലോ. അപ്പോൾ കാർബണിന് ഔട്ടർ മോസ്റ്റിൽ 8 ഇലക്ട്രോൺസ് ആയി, ഹൈഡ്രജന് 2 ഇലക്ട്രോൺസ് ആയി. ഹൈഡ്രജന് നോബൽ ഗ്യാസിന്റെ കോൺഫിഗറേഷൻ കിട്ടിയാൽ മതി. ഹൈഡ്രജനും സ്റ്റേബിളായി, കാർബണും സ്റ്റേബിളായി. നമുക്ക് അമോണിയയുടെ കാര്യം നോക്കാം. NH3 അമോണിയ. നൈട്രജന്റെ ആറ്റമിക് നമ്പർ 7 ആണ്. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ 7 ആണ്. അപ്പോൾ അതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും? 2 5. 3 എണ്ണോട് ഉണ്ടെങ്കിൽ നൈട്രജൻ സ്റ്റേബിൾ ആകും. 3 ഇലക്ട്രോൺസിനെ കൂടെ കിട്ടിയാൽ നൈട്രജൻ സ്റ്റേബിൾ ആകും. അതുകൊണ്ടാണ് നൈട്രജൻ ഇവിടെ 3 ഹൈഡ്രജൻ ആറ്റംസുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നത്. നൈട്രജൻ ഒരു ഇലക്ട്രോണിനെ ഈ ഹൈഡ്രജൻ ആറ്റത്തിന് കൊടുക്കും, ആയിട്ട് ഷെയർ ചെയ്യും. ഒരു ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ ഈ ഹൈഡ്രജൻ ആറ്റവുമായിട്ട് ഷെയർ ചെയ്യും. മൂന്നാമത്തെ ഇലക്ട്രോൺ ഈ ഹൈഡ്രജൻ ആറ്റവുമായിട്ട് ഷെയർ ചെയ്യും. അങ്ങനെ നൈട്രജൻ ഇപ്പോൾ 3 പേരുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ 8 ഇലക്ട്രോൺസ് ആയി. നൈട്രജൻ സ്റ്റേബിൾ ആയി. ഹൈഡ്രജന് ഹീലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടി, ഹൈഡ്രജനും സ്റ്റേബിൾ ആയി. ഇനി മറ്റൊരു കാര്യം, ഞാൻ ബോണ്ട് സിംഗിൾ ബോണ്ട് ആണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് വാട്ടർ മോളിക്യൂളിന്റെ സ്ട്രക്ചർ ഇങ്ങനെ വരച്ചത്, അമോണിയയുടെ സ്ട്രക്ചർ ഇങ്ങനെ വരച്ചത്. ഇവരുടെ ആക്ച്വൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ആക്ച്വൽ ഷേപ്പ് ഇതല്ല. വാട്ടർ മോളിക്യൂളിന്റെ ഷേപ്പ് ഇതല്ല. അതൊരു ലീനിയർ ഷേപ്പിലല്ല വാട്ടർ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ വരച്ചത്
ബോണ്ട് ഫോർമേഷനെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അമോണിയയുടെ ഷേപ്പ് ഇങ്ങനല്ല അമോണിയ എക്സിസ്റ്റ് ചെയ്യുന്നത്. ബോണ്ട് ഫോർമേഷൻ പറയുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഷേപ്പ് ഇങ്ങനെ വരച്ചത്. നമുക്ക് ആക്ച്വലി വാട്ടർ മോളിക്യൂളിന്റെയും അമോണിയയുടെയും ഷേപ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അത് ഞാൻ പറയാം. നമുക്കിനി ഡബിൾ കോവാലന്റ് ബോണ്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഡബിൾ കോവാലന്റ് ബോണ്ടിൽ ഓരോ ആറ്റവും 2 ഇലക്ട്രോൺസിന് വീതം ഷെയർ ചെയ്യുന്നു. നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിന്റെ കാര്യം നോക്കാം. CO2 മോളിക്യൂൾ, 2 ഓക്സിജൻ ആറ്റവും 1 കാർബൺ ആറ്റവും. കാർബണിന്റെ കാര്യം നമുക്കറിയാം. കാർബണിന്റെ ആറ്റം നമ്പർ 6 ആണ്. കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 4. കാർബണിന് 4 പേര് വേണം സ്റ്റേബിൾ ആകാൻ. അപ്പോൾ കാർബൺ 4 ഇലക്ട്രോൺസ് ഷെയർ ചെയ്യാൻ തയ്യാറാണ്. ഓക്സിജന്റെ ആറ്റം നമ്പർ 8 ആണ്, 2, 6. ഓക്സിജന് 2 ഇലക്ട്രോൺസിന് വേണം സ്റ്റേബിൾ ആകാൻ. അപ്പോൾ ഓക്സിജൻ 2 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. എന്ന് പറഞ്ഞാൽ ഓരോ ഓക്സിജൻ ആറ്റവും 2 ഇലക്ട്രോൺസിന് വീതം ഷെയർ ചെയ്യാൻ തയ്യാറാണ്. ഓരോ ഓക്സിജൻ ആറ്റവും 2 ഇലക്ട്രോൺസിന് വീതം ഷെയർ ചെയ്യാൻ തയ്യാറാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ബോണ്ട് കാർബൺ, ഇവിടെ ഓക്സിജൻ, ഇവിടെ ഓക്സിജൻ. കാർബണിന് 4 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. ഡോട്ട് സ്ട്രക്ചർ വെച്ച് 1, 2, 3, 4. ഓക്സിജന് 2 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. 2 വാലൻസ്. ഈ ഓക്സിജന് 2 വാലൻസ് ഇലക്ട്രോൺസ്, ഈ ഓക്സിജന് 2 വാലൻസ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇവർ തമ്മിൽ ഷെയർ ചെയ്യും. ഇവിടെ ഷെയർ ചെയ്യും. ഈ 2 ഇലക്ട്രോൺസ് കാർബണിന്റെ 2 ഇലക്ട്രോൺസുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ കാർബണിന്റെ 2 ഇലക്ട്രോൺസുമായിട്ട് ഓക്സിജന്റെ 2 ഇലക്ട്രോൺ ഷെയർ ചെയ്തപ്പോൾ ഈ ഓക്സിജൻ സ്റ്റേബിൾ ആയി. എന്നാൽ കാർബൺ അപ്പോഴും സ്റ്റേബിൾ അല്ല. കാർബണിന്റെ ഈ 2 ഇലക്ട്രോൺസ് ഇപ്പുറത്തുള്ള ഓക്സിജനുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ഈ ഓക്സിജനും സ്റ്റേബിളായി, കാർബണും സ്റ്റേബിളായി. അപ്പോൾ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ഡബിൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. ഈ 2 ലൈൻസ് ഇൻഡിക്കേറ്റ് ദർ ഈസ് എ ഡബിൾ ബോണ്ട്. ഇതുപോലെ നമുക്ക് ട്രിപ്പിൾ കോവാലന്റ് ബോണ്ടും ഉണ്ട്. ചില കേസിൽ മിക്സ്ഡ് കോവാലന്റ് ബോണ്ട്സ് ഉണ്ട്. മിക്സ്ഡ് കോവാലന്റ് ബോണ്ട്സ് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. മിക്സ്ഡ് കോവാലന്റ് ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യും. ചിലപ്പോൾ സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും കാണാം, ചിലപ്പോൾ സിംഗിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും കാണാം, ചിലപ്പോൾ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും, അല്ല സിംഗിളും ഡബിളും ട്രിപ്പിളും ഒക്കെ ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യും. നമ്മൾ അങ്ങനെയുള്ളതിനെയാണ് മിക്സ്ഡ് ബോണ്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഞാനതിനെ ടിപ്പിക്കലായിട്ട് 3 എക്സാമ്പിൾസ് എടുക്കുന്നു. ഒന്ന് ഈഥേൻ. ഈഥേന്റെ കെമിക്കൽ ഫോർമുല നമുക്കറിയാം. C2H6 ആണ്. C2H6. അപ്പോൾ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? C 6 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. H H H H. കാർബൺ ബോണ്ട് ഫോം ചെയ്യും. അതവിടെ നിൽക്കട്ടെ. ഞാൻ ആദ്യം ഹൈഡ്രജനിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം. ഹൈഡ്രജന് 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ഹൈഡ്രജന് സിംഗിൾ ബോണ്ട് ഫോം ചെയ്യാനേ പറ്റൂ. 1 ഇലക്ട്രോൺ മാത്രമേ ഹൈഡ്രജനുള്ളൂ. ഹൈഡ്രജന് സിംഗിൾ ബോണ്ട് ഫോം ചെയ്യാനേ സാധിക്കൂ. അപ്പോൾ ആ 1 ഇലക്ട്രോൺ ഹൈഡ്രജൻ ഇവിടെ കാർബണുമായിട്ട് ഷെയർ ചെയ്യും. ശ്രദ്ധിക്കുക, കാർബണിന് നിലവിൽ 4 ഇലക്ട്രോൺസേ ഉള്ളൂ. കാർബണിന് ഇനി 4 എണ്ണം കൂടെ വേണം സ്റ്റേബിൾ ആകാൻ. ഓക്കെ, 4 എണ്ണമേ ഉള്ളൂ, ഇനി 4 എണ്ണം കൂടെ വേണം സ്റ്റേബിൾ ആകാൻ. അപ്പോൾ ഇവിടെ 1 ഇലക്ട്രോൺ ഷെയർ ചെയ്തപ്പോൾ 1 ഇലക്ട്രോൺ കിട്ടി. ഇനി 3 എണ്ണം കൂടെ വേണം. ഈ ഹൈഡ്രജനുമായിട്ടും 1 ഇലക്ട്രോൺ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 എണ്ണമായി. ഇനി 2 എണ്ണം കൂടെ വേണം.
ഈ ഹൈഡ്രജൻ ആറ്റവുമായിട്ടും ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്തു. ഇപ്പം 3 എണ്ണമായി. ഇനി ഒന്നുകൂടെ വേണം. ഈ കാർബണുമായിട്ട് ഒന്ന് ഷെയർ ചെയ്തു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ കാർബൺ സ്റ്റേബിളായി, ഈ ഹൈഡ്രജൻ സ്റ്റേബിളായി, ഈ ഹൈഡ്രജൻ സ്റ്റേബിളായി, ഈ ഹൈഡ്രജനും സ്റ്റേബിളായി. ഇപ്പോൾ ഈ കാർബണിന് 5 ഇലക്ട്രോൺസ് ആയി. ഈ കാർബണിനും 4 ഇലക്ട്രോൺസേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ കാർബണുമായിട്ട് ഒരു ഷെയറിംഗ് നടന്നു കഴിഞ്ഞപ്പോൾ ഇതിനും 5 ഇലക്ട്രോൺസ് ആയി. ഇതിന് 3 എണ്ണം കൂടെ വേണം. ആ 3 എണ്ണം ഈ ഹൈഡ്രജനുമായിട്ടൊന്ന് ഷെയർ ചെയ്തു, ഈ ഹൈഡ്രജനുമായിട്ടൊന്ന് ഷെയർ ചെയ്തു, ഈ ഹൈഡ്രജനുമായിട്ട് ഒന്ന് ഷെയർ ചെയ്തു. ഈഥേന്റെ സ്ട്രക്ചർ ഇതാണ്. ഈഥേൻ ഇങ്ങനെ സ്റ്റേബിളായി. ഈഥേനകത്തുള്ള കാർബൺ ആറ്റംസും ഹൈഡ്രജൻ ആറ്റംസും സ്റ്റേബിളായി. ഇവിടെ എല്ലാം സിംഗിൾ ബോണ്ട്സ് ആണ്. സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. ഈ കാർബൺ ഈ കാർബണുമായിട്ടും ഹൈഡ്രജൻസുമായിട്ടും ഫോം ചെയ്യുന്നത് സിംഗിൾ ബോണ്ടാണ്. ഈ കാർബൺ ഈ കാർബണുമായിട്ടും ഹൈഡ്രജൻ ആറ്റംസുമായിട്ടും ഫോം ചെയ്യുന്നത് സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ട് മാത്രമേ ഇവിടെ ഉള്ളൂ. നമുക്കിനി മറ്റൊരു എക്സാമ്പിൾ ഈഥീൻ നോക്കാം. ഇതിന്റെ മോളിക്കുലാർ ഫോർമുല C2H4 ആണ്. 2 കാർബൺ ആറ്റംസ്, 4 ഹൈഡ്രജൻ ആറ്റംസ്. ഒരു ഹൈഡ്രജൻ ഇവിടെ, മറ്റൊരു ഹൈഡ്രജൻ ഇവിടെ, ഒരു ഹൈഡ്രജൻ ഇവിടെ, ഒരു ഹൈഡ്രജൻ ഇവിടെ. നമുക്കറിയാം കാർബണിന് 4 ഇലക്ട്രോൺസേ ഉള്ളൂ. 4 ഇലക്ട്രോൺസ് കൂടെ വേണം സ്റ്റേബിൾ ആകാൻ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിലവിൽ 4 ഇലക്ട്രോൺസേ ഉള്ളൂ. 4 more electrons are needed for stable configuration. ഹൈഡ്രജന് 1 കൊടുക്കാൻ സാധിക്കൂ. ഹൈഡ്രജൻ 1 ഇലക്ട്രോണേ ഉള്ളൂ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. ഈ ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ കൊടുത്തു, ഈ ഹൈഡ്രജനും 1 ഇലക്ട്രോൺ കൊടുത്തു. ഈ കാർബണിന്റെ അടുത്ത് മറ്റു ഇലക്ട്രോൺസ് ഒന്നുമില്ല, മറ്റ് ആറ്റംസ് ഇല്ല. അപ്പോൾ ഈ കാർബൺ 2 എണ്ണം ഈ കാർബണുമായിട്ട് ഷെയർ ചെയ്യും. ഇനി ഇപ്പോൾ ഈ കാർബണ് 6 ഇലക്ട്രോൺസ് ആയി. 4 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2 എണ്ണം ഷെയർ ചെയ്തപ്പോൾ 6 ആയി. 1 2. ഓക്കെ, എല്ലാവരും സ്റ്റേബിൾ ആയി. ഇതാണ് ഈഥീൻ മോളിക്യൂളിന്റെ സ്ട്രക്ചർ. ഈഥീൻ മോളിക്യൂൾ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്കൊരു സിംഗിൾ ബോണ്ടും ഉണ്ട്, ഡബിൾ ബോണ്ടും ഉണ്ട്. ഇവിടെ മിക്സ്ഡ് ആണ്. ഈഥേൻ C2H6 സിംഗിൾ ബോണ്ട്സ് മാത്രം. ഈഥീൻ C2H4 സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ഉണ്ട്. നമുക്കിനി മൂന്നാമത് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഈഥൈൻ C2H2. C2H2വിനെയാണ് നമ്മൾ ഈഥൈൻ എന്ന് പറയുന്നത്. 2 കാർബൺ ആറ്റംസ്, 2 ഹൈഡ്രജൻ ആറ്റംസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാർബണിന് 4 എണ്ണമേ നിലവിലുള്ളൂ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസേ ഉള്ളൂ. 4 എണ്ണം കൂടെ വേണം സ്റ്റേബിൾ ആകാൻ. ഹൈഡ്രജൻ അടുത്ത് കിടപ്പുണ്ട്. ഹൈഡ്രജൻ 1 കൊടുക്കൂ, 1 ഉള്ളൂ. ഈ ഹൈഡ്രജൻ 1 ഇങ്ങോട്ട് കൊടുത്തു, ഈ ഹൈഡ്രജൻ 1 ഇങ്ങോട്ട് കൊടുത്തു. അപ്പൊ 5 ആയി. ഇനിയും 3 എണ്ണം വേണം. ആ 3 ഇലക്ട്രോൺസ് ഷെയർ ചെയ്യും. അപ്പോൾ ഇവിടെ ട്രിപ്പിൾ ബോണ്ടാണ്. ഈ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടാണ്, സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്. അപ്പോൾ ഇതും ഒരു മിക്സ്ഡ് ബോണ്ടിന് എക്സാമ്പിൾ ആണ്. ഇവിടെ സിംഗിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ രണ്ടിടത്തും സിംഗിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഇങ്ങോട്ട് ഒരു ആദ്യത്തിലേക്ക് വരാം. ഈഥേൻ C2H6 സിംഗിൾ ബോണ്ടുകൾ മാത്രം. ഈഥീൻ C2H4 സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും. ഈഥൈൻ സിംഗിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും. ഓക്കെ, യെസ്. നമുക്ക് കോവാലന്റ് ബോണ്ട്സിനെ പോളാർ കോവാലന്റ് ബോണ്ട്സ് എന്നും നോൺ പോളാർ കോവാലന്റ് ബോണ്ട്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. Already we have classified covalent bonds into single covalent bond,
double covalent bond and triple covalent bond. This is another type of classification. Can be classified into polar covalent compounds and non-polar covalent compounds. നമുക്ക് ആദ്യം നോൺ പോളാർ കോവാലന്റ് കോമ്പൗണ്ട്സ് എന്താണെന്ന് നോക്കാം. നോൺ പോളാർ കോവാലന്റ് കോമ്പൗണ്ട്സ്. നോൺ പോളാർ കോവാലന്റ് കോമ്പൗണ്ട്സ്. നോൺ പോളാർ കോവാലന്റ് കോമ്പൗണ്ട്സ്. നമ്മൾ കോവാലന്റ് കോമ്പൗണ്ട്സിന് 3-4 എക്സാമ്പിൾസ് ഓൾറെഡി കൺസിഡർ ചെയ്തു. ഞാൻ അതിലൊന്നും എടുക്കുന്നു. ഇപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂൾ H2 നമ്മൾ കൺസിഡർ ചെയ്ത് ഇങ്ങനെയാണ് H. ഇവിടെ ഈ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ ഈ ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്യുന്നു, ഈ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ ഈ ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഈ ഷെയർഡ് ഇലക്ട്രോൺസ് ഈ 2 ഹൈഡ്രജൻ ആറ്റത്തിന്റെ സെന്റേഴ്സിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് അകലെയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രജന്റെ സെന്ററിൽ നിന്നും ഈ ഹൈഡ്രജൻ ന്യൂക്ലിയസിൽ നിന്നും ഈ ഹൈഡ്രജന്റെ ന്യൂക്ലിയസിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഈ ഷെയർഡ് ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അവിടെ ഒരു അസിമെട്രിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നോൺ പോളാർ കോവാലന്റ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് ഓക്സിജൻ മോളിക്യൂൾ എടുക്കാം. ഓക്സിജൻ മോളിക്യൂളിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. O അവിടെയും ചാർജ് സെപ്പറേഷൻ അസിമെട്രിക് അല്ല. ഷെയർഡ് ഇലക്ട്രോൺസ് ഈ ഓക്സിജന്റെ സെന്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് അകലെയാണ്. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് Cl2. ഇവിടെയും അസിമെട്രിക് ചാർജ് സെപ്പറേഷൻ ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഹോമോ ന്യൂക്ലിയർ മോളിക്യൂൾസ് എല്ലാം തന്നെ നോൺ പോളാർ കോവാലന്റ് കോമ്പൗണ്ട്സ് ആണ്. ഞാൻ പോളാർ കോവാലന്റ് കോമ്പൗണ്ട്സിനെ കുറിച്ചുകൂടെ പറയാം, അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആവും. പോളാർ കോവാലന്റ് കോമ്പൗണ്ട്സ് നമ്മൾ HClന്റെ എക്സാമ്പിൾ എടുക്കുക. ഹൈഡ്രജൻ ക്ലോറൈഡ്. ഈ കേസിൽ നമുക്കറിയാം ക്ലോറിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. അതുകൊണ്ട് ഈ ഷെയർഡ് ഇലക്ട്രോൺസിൽ ക്ലോറിൻ്റെ അടുത്തേക്കായിരിക്കും ഈ ഇലക്ട്രോൺ പോകുന്നത്. ഷെയർ ചെയ്ത് കഴിയുമ്പോൾ ദ ഇലക്ട്രോൺ ഷെയർഡ് ബൈ ഹൈഡ്രജൻ ഈസ് മോർ ക്ലോസർ ടു ക്ലോറിൻ ആറ്റം. കാരണം അതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. അങ്ങനെ ഹൈഡ്രജൻ ഷെയർ ചെയ്ത ഇലക്ട്രോൺ ക്ലോറിൻ അടുത്തേക്ക് കൂടുതൽ നീങ്ങുമ്പോൾ, ക്ലോറിൻ അടുത്തേക്ക് പോകുമ്പോൾ ക്ലോറിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യും. അത് കാരണം ക്ലോറിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യുന്നത് കാരണം ഹൈഡ്രജന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ കൃത്യമായ ഡെഫിനിറ്റായ ചാർജ് സെപ്പറേഷൻ ഉണ്ട്. ഇങ്ങനെ ചാർജ് സെപ്പറേഷൻ വളരെ മൈന്യൂട്ട് ലെവലിലാണ് എങ്കിൽ പോലും ചാർജ് സെപ്പറേഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന കോമ്പൗണ്ട്സിന് പോളാർ കോവാലന്റ് കോമ്പൗണ്ട്സ് എന്ന് പറയും. പോളാർ കോവാലന്റ് കോമ്പൗണ്ട്സ് എന്ന് പറയും. മറ്റൊരു എക്സാമ്പിൾ H2O. ഇവിടെ വാട്ടർ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വാട്ടർ മോളിക്യൂളിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇവിടെ ഓക്സിജൻ, ഹൈഡ്രജൻ. ഇതിന്
നമ്മൾ ബെൻഡ് സ്ട്രക്ചർ എന്നോ ആംഗുലാർ സ്ട്രക്ചർ എന്നോ പറയും വാട്ടർ മോളിക്യൂളിന്റെ സ്ട്രക്ചർ. നമുക്കറിയാം ഓക്സിജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. അത് കാരണം ഈ ഹൈഡ്രജൻ, ശ്രദ്ധിക്കൂ, ഈ ഹൈഡ്രജൻ ഷെയർ ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ കൂടുതൽ ഈ ഓക്സിജൻ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാകും, ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. ഈ ബോണ്ടിലും അങ്ങനെ തന്നെ സംഭവിക്കും. ഓക്സിജൻ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഈ ഹൈഡ്രജൻ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണും കൂടുതൽ ഓക്സിജൻ അടുത്തേക്ക് പോകും. അത് കാരണം ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഉണ്ടാകും. ഞാൻ ഇവിടെ പാർഷ്യൽ നെഗറ്റീവ് ചാർജ് രണ്ടായിട്ട് റെപ്രസെന്റ് ചെയ്തു, ഡെൽറ്റ മൈനസ് ഡെൽറ്റ മൈനസ്. ഈ ലെറ്റർ നമ്മൾ പറയുന്നത് ഡെൽറ്റ എന്നാണ്. ദിസ് ഈസ് എ ഗ്രീക്ക് ലെറ്റർ ഡെൽറ്റ. ഡെൽറ്റ, ഗ്രീക്ക് ലെറ്റർ ഡെൽറ്റ എന്നാണ് പറയുന്നത്. ഞാനിവിടെ രണ്ട് ഡെൽറ്റ മൈനസ് ഡിനോട്ട് ചെയ്തു. എന്നാൽ ചില കേസിൽ അവിടെ ഒരു ഡെൽറ്റയെ ഡിനോട്ട് ചെയ്യാറുള്ളൂ. ഒരു ഡെൽറ്റ ഡിനോട്ട് ചെയ്താലും മതി. ഞാൻ ഓരോ ബോണ്ടിലും ചാർജ് സെപ്പറേഷൻ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെയും ഇവിടെയും ഡിനോട്ട് ചെയ്തു. ചില കേസ് നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ ഡെൽറ്റ മൈനസ് എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്, അതാണെങ്കിലും മതി. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അമോണിയയുടെ കാര്യം നോക്കാം. NH3 അമോണിയ. അമോണിയയുടെ കേസിൽ നൈട്രജൻ ഹൈഡ്രജനേക്കാൾ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആണ്. അമോണിയയുടെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. അമോണിയ ഈ ഒരു രീതിയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജൻ കാരണം ഈ ബോണ്ടിൽ നിന്ന് ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺ, ഈ ഹൈഡ്രജൻ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺ ഈ നൈട്രജൻ അടുത്തേക്ക് കൂടുതൽ പോകും. അതുപോലെ ഈ ഹൈഡ്രജൻ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണും ഈ നൈട്രജൻ അടുത്തേക്ക് കൂടുതൽ പോകും. ഈ ഹൈഡ്രജൻ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണും ഈ നൈട്രജൻ അടുത്തേക്ക് കൂടുതൽ പോകും. അത് കാരണം ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് റെപ്രസെന്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഈ ഹൈഡ്രജൻ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്, പാർഷ്യൽ പോസിറ്റീവ്, പാർഷ്യൽ പോസിറ്റീവ്, പാർഷ്യൽ പോസിറ്റീവ്. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് പോളാർ കോവാലൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. പോളാർ കോവാലൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. എന്നാൽ ഹോമോന്യൂക്ലിയർ അല്ലെങ്കിൽ പോലും ചില മോളിക്യൂൾസ് നോൺ പോളാർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഈ CH4 എന്ന് പറയുന്ന മോളിക്യൂളിന് സ്ട്രക്ചർ ഇങ്ങനെയാണ്. CH ഇതാണ് സ്ട്രക്ചർ. ഇവിടെ കാർബണിന്റെ പൊസിഷൻ സിമെട്രിക് ആണ്. അതുകൊണ്ട് ഒരു അസിമെട്രിക് ചാർജ് സെപ്പറേഷൻ ഇവിടെ സാധ്യമല്ല. എന്നാൽ കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ എടുത്താലോ, CO2, ഇവിടെ കാർബൺ, ഇവിടെ ഓക്സിജൻ, ഇവിടെ ഓക്സിജൻ. ഇവിടെയും ഓക്സിജൻ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട്, കാർബണിനേക്കാൾ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും കാണും. അതുപോലെ ഈ ഓക്സിജൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും കാണും. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ചാർജ് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ പോലും കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഒരു നോൺ പോളാർ മോളിക്യൂൾ ആണ്. കാരണം ഈ ചാർജ് സെപ്പറേഷൻ സിമെട്രിക് ആണ്. അതായത് ഇപ്പുറത്തെ വശത്തോട്ടുള്ള ചാർജ് സെപ്പറേഷന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചാർജ് സെപ്പറേഷൻ ഉണ്ട്. അതുകൊണ്ട് ഡൈപോൾ മൊമെന്റ് ക്യാൻസൽ ആയി പോകും. ഡൈപോൾ മൊമെന്റ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇവിടെ ഡൈപോൾ മൊമെന്റ് ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളും ഒരു നോൺ പോളാർ മോളിക്യൂളാണ്. അപ്പോൾ ചാർജ് സെപ്പറേഷൻ, അസിമെട്രിക് ആയിട്ടുള്ള ചാർജ് സെപ്പറേഷൻ ഉണ്ടാകുന്ന മോളിക്യൂൾസ് പോളാർ കോവാലൻ കോമ്പൗണ്ട്സ് ആണ്.
എന്നാൽ അസിമെട്രിക് ആയിട്ടുള്ള ചാർജ് സെപ്പറേഷൻ ഇല്ല. ഒന്നുകിൽ ചാർജ് സെപ്പറേഷൻ ഇല്ല, ഇനി അഥവാ ചാർജ് സെപ്പറേഷൻ ഉണ്ടായാൽ പോലും സെപ്പറേഷൻ സിമെട്രിക് ആണ്. അങ്ങനെയുള്ള മോളിക്യൂൾസിനെ നമ്മൾ നോൺ പോളാർ കോവാലന്റ് മോളിക്യൂൾസ് എന്ന് പറയുന്നു. പോളാർ മോളിക്യൂൾസിനും നോൺ പോളാർ മോളിക്യൂൾസിനും മറ്റൊരു ഡെഫിനിഷൻ കൂടെയുണ്ട്. ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ്. ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. തൽക്കാലം ഡൈപോൾ മൊമെന്റ് നിങ്ങൾ മനസ്സിലാക്കുക. മോളിക്യൂൾസ് ഹാവിംഗ് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് പോളാർ മോളിക്യൂൾസ് എന്ന് പറയും. പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ട് ഒരു ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂൾസിനെ പോളാർ മോളിക്യൂൾസ് എന്നും, പെർമനന്റ് ആയിട്ട് ഒരു ഡൈപോൾ മൊമെന്റ് ഇല്ലാത്ത മോളിക്യൂൾസിനെ നമ്മൾ നോൺ പോളാർ മോളിക്യൂൾസ് എന്നും പറയും. പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂൾസ് ഹാവിംഗ് എ നെറ്റ് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ആർ കോൾഡ് പോളാർ മോളിക്യൂൾസ്. പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഇല്ലാത്ത മോളിക്യൂൾസിനെ നോൺ പോളാർ മോളിക്യൂൾസ് എന്നും പറയും. ഇനി എന്തൊക്കെയാണ് ഒരു കോവാലന്റ് മോളിക്യൂൾ? അത് പോളാർ ആയിക്കൊള്ളട്ടെ നോൺ പോളാർ ആയിക്കൊള്ളട്ടെ, കോവാലന്റ് മോളിക്യൂൾ ഫോം ചെയ്യുന്നതിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നതിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ടീഷൻസ് ഫോർ കോവാലന്റ് ബോണ്ട്. കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നതിനുള്ള കണ്ടീഷൻസ്: ഒന്ന്, ബോണ്ടിൽ പങ്കെടുക്കുന്ന ആറ്റംസിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 അതിൽ കൂടുതലോ ഇലക്ട്രോൺസ് വേണം. 4 or more electrons. Hydrogen is an exception. ഹൈഡ്രജൻ ഒരു എക്സെപ്ഷനാണ്. 2, അവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓൾമോസ്റ്റ് സെയിം ആയിരിക്കണം. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഈസ് ഓൾമോസ്റ്റ് സെയിം. 3, അവരുടെ ഇലക്ട്രോൺ അഫിനിറ്റി വളരെ ഹൈ ആയിരിക്കണം. ഇലക്ട്രോൺ അഫിനിറ്റി വളരെ ഹൈ ആയിരിക്കണം. നാലാമതായിട്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഷുഡ് ബി ഹൈ. ഇത് 4 ഒരു കോവലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നതിനുള്ള കണ്ടീഷൻസ്.